ചാനൽ ഈസ് മനസ്സ വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂം ടൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റൂം ടൂർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടോ. അപ്പം ഞാനോട് തോന്നി ഇന്നത്തെ വീഡിയോ റൂം ടൂർ ആക്കാൻ പറ്റും. ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കുകയാണ്. ഏകദേശം ആ ഒരു കമൻറ്റ് ഒരു 6 മാസത്തോളമായിട്ടോ. എന്തായാലും ഞാൻ ഓർത്തുന്ന റൂം ടൂർ നമുക്ക് എന്തായാലും ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ കാണാമായിരിക്കും. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കും. അപ്പം ഇങ്ങനെ അങ്ങോട്ട് റൂം തുറന്നു ചെല്ലുമ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. എങ്ങനെയാണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ. ഞാൻ റൂമിലേക്ക് നോക്കുമ്പോൾ വ്യക്തി ഫുള്ളും ഇതുപോലെ വരച്ച് കുത്തിയിട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വരച്ചിട്ടുണ്ട്, കുറേ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ പ്രിൻ്റ് എടുത്തതും ഞാൻ തന്നെ ഉണ്ടാക്കിയതും പിസ്താ വെച്ച് ഉണ്ടാക്കിയതും തെർമോക്കോളും കാർഡ്ബോർഡും ഒക്കെ വെച്ച് ഒട്ടിച്ചത്. എൻ്റെ പേര് വരെ ഞാൻ ഐസ്ക്രീം സ്റ്റിക്കിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ പണ്ടത്തെ ID കാർഡും മെഡലും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഡ്രോയിങ്ങിനും ഡാൻസിനും ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്, ഫാൻസി ഡ്രസ്സിനൊക്കെ കേട്ടോ. പിന്നെ അലമാരിൽ ഞാൻ ഇതുപോലെ കീച്ചേനും ലേസറൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, എൻ്റെ ചേട്ടൻ്റെ ഒക്കെ പാവകളാണ്. ചേട്ടൻ്റെ പണ്ടത്തെ ചെറുപ്പത്തിലെ കുഞ്ഞിലെ പാവകളാണ് കേട്ടോ അതെല്ലാം. പിന്നെ ഇതാണ് എൻ്റെ ഒരു ടേബിൾ എന്ന് പറയുന്നത്, ഡ്രസ്സിങ് ടേബിളാണ് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ ചുമ്മാ കളിക്കണ കുറേ ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടുന്ന് വാങ്ങിച്ച മുന്തിരിയാണ് കേട്ടോ. അവിടെ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അടുത്ത് കടയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ സ്റ്റഡി ടേബിളാണ് കേട്ടോ. പക്ഷേ നിറച്ചും പെയിൻ്റൊക്കെയാണ്, ആരും ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തൂത്തിട്ട് പോകുന്നില്ല. പിന്നെ ഇവിടെ കുഞ്ഞു മിനി ബുക്സൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സിങ് ടേബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ കുഞ്ഞു റൂമൊക്കെ ഉണ്ടാക്കി ഞാൻ കാർഡ്ബോർഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ ഫോട്ടോസൊക്കെ പോളറോയിഡ് ഫോട്ടോസൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കുറേ പേന അതും ഇതൊക്കെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ മേക്കപ്പ് ടേബിളാണ്. ഞാൻ ഒരുപാട് തുറന്ന് കാണിക്കുന്നില്ല, ഇത്തിരിയെ തുറന്ന് കാണിക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ കുറേ ബാൻഡ് തലയൊക്കെ ഇട്ടുന്നതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കളർ സ്കെച്ച് പെന്നും പേനയും പെൻസിലൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ ജേണൽ വർക്ക്സൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഡിസൈൻ ടേപ്പുണ്ട്. പിന്നെ കലണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് 2024. പിന്നെ മറ്റേ ട്രെൻഡിങ് ബാഗില്ലേ അത്. പിന്നെ എൻ്റെ ബെഡ് കിട്ടും. ഞങ്ങളിവിടെ ആരും കിടക്കാറൊന്നുമില്ല, ചുമ്മാ ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ ഒതുക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ കാണിച്ചത്. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഫാനൊക്കെ ഞാൻ ഇട്ടിട്ട്, ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് തന്നെ ഫാനൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പാവാട്ടോ. എനിക്ക് എത്തുന്നും കൂടി ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള എല്ലാ പാവകളും ഉണ്ട്. ആ 2 ചുമലയും നല്ല ഇഷ്ടമുള്ള പാവകളാണ്. പിന്നെ ഇതുപോലെ ഡ്രോയിങ് ഉണ്ട്, അത് തുറന്ന് കാണിച്ചില്ല എന്നാരും പറയരുത്. എൻ്റെ ഓരോ അലുവില സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ റൂം എന്ന് പറയുന്നത് കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടില്ല അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ റൂമിൽ ഇത്രയൊക്കെ എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.